സ്ത്രീകൾക്ക് തീവണ്ടിയിൽ സുരക്ഷയില്ലെന്ന് ട്രെയിൻ യാത്രക്കിടെ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മ സുമതി പറയുന്നു. തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിക്ക് നേരെ നടന്നത് സൗമ്യ നേരിട്ടതുപോലുള്ള ക്രൂരകൃത്യമാണ്. 15 വർഷമായി സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുതെന്ന് ആവശ്യം ഉന്നയിക്കുന്നു. അധികാരികൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും സുമതി പറഞ്ഞു. ഇതിപ്പോ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അദ്ദേഹത്തിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്ത് ഒരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്കാക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു റെയിൽവേ സുരക്ഷിത, അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ഓരോ സ്റ്റേഷനിൽ എത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണ് അത്. അപ്പം ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റണില്ല. അപ്പം ഇതിന് സുരക്ഷിത, അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നമ്മുടെ ഡിവിഷനിൽ നിന്നൊക്കെ റെയിൽവേ കിട്ടുന്ന വരുമാനം ചെറിയ വരുമാനമല്ല, അത് നല്ല ഗംഭീരമായ വരുമാനമാണ്. ആ വരുമാനത്തിന് ആനുപാതികമായ സുരക്ഷ നമ്മുടെ നാട്ടിലെ തീവണ്ടി യാത്രക്കാർക്ക് വേണം. നമ്മുടെ നാട്ടിലെ നല്ല ഏത് നാട്ടിലെയും യാത്രക്കാർക്ക് വേണമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇനിയെങ്കിലും റെയിൽവേ കാട്ടിക്കൂട്ടലല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.